സാധാരണ ആളുകളുടെ ഒരു സംശയമാണ് ഈ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി എന്നുള്ളത്. ഇതിൽ തന്നെ എന്തെല്ലാം തരത്തിലുള്ള സർജറീസ് ഉണ്ട്, മേജർ സർജറീസ് ഉണ്ടോ, അതുപോലെ മൈനർ സർജറീസ് ഉണ്ടോ, ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി എന്നാൽ മുഖത്ത് നമ്മുടെ വായ്ക്കകത്തും ചെയ്യുന്ന ഒരു പറ്റം ശസ്ത്രക്രിയകളുടെ ഒരു ബ്രാഞ്ചാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. അതിൽ മൈനർ ശസ്ത്രക്രിയകളും ഉണ്ട്, ഒപ്പം മേജർ സർജറീസും ഉണ്ട്. മൈനർ സർജറീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വായ്ക്കകത്ത് ചെയ്യുന്ന ശസ്ത്രക്രിയകൾ, അല്ലെങ്കിൽ തരിപ്പിച്ചിട്ട് അഥവാ ലോക്കൽ അനസ്തീഷ്യ ചെയ്യുന്ന എല്ലിൽ കുടുങ്ങിപ്പോയ പല്ലുകളോ അല്ലെങ്കിൽ വായ്ക്കകത്തുണ്ടാകുന്ന ചെറിയ കലകൾ, മുഴകൾ, സിസ്റ്റുകൾ ഇതൊക്കെ നീക്കം ചെയ്യുന്ന ലോക്കൽ അനസ്തീഷ്യ ചെയ്യുന്ന ശസ്ത്രക്രിയകൾക്ക് മൈനർ സർജറീസ് എന്നും, അതേപോലെ തന്നെ മേജർ സർജറീസ് ആയിട്ട് നമുക്ക് മെയിനായിട്ടുള്ളത് ഒന്ന് അപകടങ്ങൾ മൂലമുണ്ടാകുന്ന എല്ലിന് സംഭവിക്കുന്ന ക്ഷതം നീക്കം ചെയ്യുകയാണ് ഒന്ന്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഓർത്തോഗ്നാത്തിക് സർജറീസ്, അതായത് സൗന്ദര്യവർദ്ധക ചികിത്സകൾ. മുഖത്തിന്റെ താടിയെല്ലിനോ മേൽത്താടിയെല്ലിനോ നീളം കൂടിയത് കാരണം ഉണ്ടാകുന്ന സൗന്ദര്യവർദ്ധക ചികിത്സകൾ, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെ വായ്ക്കകത്തുണ്ടാകുന്ന മറ്റെല്ലാ രോഗങ്ങൾക്കും, ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന വിഭാഗമാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. സാധാരണ ഞാൻ അടക്കമുള്ള ആളുകളുടെ ഒരു സംശയമാണ്, പല്ല് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ആന്റിബയോട്ടിക്സ്, പെയിൻ കില്ലേഴ്സ് ഇതെല്ലാം കഴിച്ച് പല്ലുവേദന മാറിയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആസ് എ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ സാറിന്റെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ? സാധാരണഗതിയിൽ നമ്മൾ ഒരു പല്ല് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ പല്ലിന്റെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സും പെയിൻ കില്ലറുമാണ് ആദ്യ പടിയായിട്ട് നൽകുക രോഗിക്ക്. പക്ഷേ പല കണ്ടീഷനുകളിലും രോഗിയുടെ മറ്റ് അസുഖങ്ങളൊന്നും പ്രശ്നമല്ലെങ്കിൽ, അല്ലെങ്കിൽ വേറെ സിസ്റ്റമിക് ഡിസീസസ്, ഉദാഹരണത്തിന് ഹാർട്ടിന്റെ വാൽവിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാർഡിയാക് പ്രോബ്ലംസോ ഒന്നുമില്ല, ഡയബറ്റിക്സ് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ രോഗിയുടെ പല്ല് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേദന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ മുഴുവൻ ആന്റിബയോട്ടിക്സ് തന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്നൊരു ആവശ്യം ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ എന്ന നിലയിൽ ആവശ്യമില്ല. ഏത് വേദനയുള്ള പല്ലും നമുക്ക് നീക്കം ചെയ്യുന്നതിന് സാധിക്കും. അതിന് ഒരു നിശ്ചിത സമയം ഗുളിക കഴിച്ച ശേഷമേ പറിക്കാൻ പാടുള്ളൂ എന്നോ ഒന്നും നിർബന്ധമില്ല. അതാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറിയുടെ ഒരു പ്രത്യേകത. ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു ഭാഗമാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി.